മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ നിന്നും BJPക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രദ്ധേയമായ ഒരു തിരിച്ചടിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പഞ്ചസാര ഫാക്ടറി എന്ന് ഔദ്യോഗികമായി തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബർദോളി ഷുഗർ ഫാക്ടറിയുടെ തെരഞ്ഞെടുപ്പിലാണ് BJP പിന്തുണച്ച സഹകാർ പാനലിനെതിരെ കർഷക പാനൽ വലിയൊരു വിജയം നേടിയത്. നിലവിൽ ഏതാണ്ട് 10,000-ഓളം ടൺ കരിമ്പ് പ്രതിദിനം അരയ്ക്കുവാനുള്ള ശേഷിയുള്ള ഈ സഹകരണ സ്ഥാപനം ഗുജറാത്തിലെ ഗ്രാമീണ രാഷ്ട്രീയത്തിലും കർഷക രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുള്ള ഒരു സ്ഥാപനമാണ്. ഏറ്റവും ശ്രദ്ധേയമായത് ആകെയുള്ള 14 സീറ്റുകളിലും കിസാൻ പരിവർത്തൻ പാനൽ വിജയിച്ചു. BJP പിന്തുണച്ച സഹകാർ പാനലിന് ഒരു സീറ്റ് പോലും നേടാനായില്ല. അതിലും വലിയ തിരിച്ചടി ബർദോളി BJP MLA ആയ ഈശ്വർ ഭായ് പർമറിന്റെ പരാജയമാണ്. കിസാൻ പരിവർത്തൻ പാനലിലെ തരുൺകുമാർ വഖേല 1424 വോട്ടുകൾ നേടിയപ്പോൾ ഈശ്വർ ഭായ് പർമറിന് ലഭിച്ചത് 882 വോട്ടുകളാണ്. അതായത് 542 വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് BJPയുടെ MLA പരാജയപ്പെടുന്നത്. BJPക്ക് ഗുജറാത്തിൽ സഹകരണ സ്ഥാപനങ്ങളിലുള്ള സ്വാധീനം എത്ര ശക്തമാണെന്ന് കണക്കിലെടുക്കുമ്പോഴാണ് ഈ ഫലത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വ്യക്തമാകുന്നത്. ബർദോളി ഷുഗർ ഫാക്ടറി തന്നെ ഗുജറാത്തിലെ സഹകരണ മേഖലയിൽ 1955 ആരംഭിച്ച ആദ്യകാല പഞ്ചസാര സഹകരണ സ്ഥാപനങ്ങളിലൊന്നാണ്. പതിറ്റാണ്ടുകളായി ഗ്രാമീണ ഗുജറാത്തിലെ രാഷ്ട്രീയ സഹകരണ സംവിധാനത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഇവിടെ BJP പിന്തുണച്ച പാനലിനെ കർഷകർ പരിപൂർണമായും നിരാകരിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു സഹകരണ സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രമാണെന്ന് BJPക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ഈ ജനവിധി അവഗണിക്കാൻ സാധിക്കില്ല. കാരണം BJP MLA തന്നെ നേരിട്ട് മത്സരിച്ചപ്പോൾ 542 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. സഹകരണ മേഖലയിലെ രാഷ്ട്രീയ ഇടപെടൽ, കർഷകരുടെ താൽപ്പര്യങ്ങൾ, വിളകൾക്ക് ലഭിക്കുന്ന വില, പണമിടപാടുകൾ തുടങ്ങിയ വിഷയങ്ങൾ കർഷക പാനൽ ഉയർത്തിക്കാട്ടിയായിരുന്നു മത്സരത്തിനുണ്ടായത്. ഇവിടെയാണ് ബർദോളി ഫലം കോൺഗ്രസിന് രാഷ്ട്രീയമായി പ്രസക്തമാകുന്നത്. BJPയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ കോട്ടയായ ഗുജറാത്തിൽ BJPയുടെ സംഘടനാ പിന്തുണയുള്ള പാനലിനെതിരെ കർഷകരെ അണിനിരത്തി വലിയൊരു വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. എന്നാൽ ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് മാത്രം ഗുജറാത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നുവെന്ന് പ്രഖ്യാപിക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല. ഈ ഒരു സഹകരണ തെരഞ്ഞെടുപ്പ് വിജയം BJPയുടെ പൂർണ്ണ തകർച്ചയുടെ തെളിവല്ല. മറിച്ച് BJPയുടെ ശക്തമായ കോട്ടയ്ക്കുള്ളിൽ പോലും അതിനെതിരെ കർഷക രാഷ്ട്രീയം വിജയിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന ശക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. സർദാർ പട്ടേലിന്റെ ബർദോളിയിൽ നിന്നും ഉയർന്ന ഈ ഒരു ജനവിധി അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ ഊർജ്ജമാണ് നൽകുന്നത്. BJPയുടെ കോട്ടകൾ അജയ്യമല്ലെന്നും കർഷകരുടെ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് ശക്തമായ ഒരു ബദൽ രാഷ്ട്രീയത്തിന് ഇടമുണ്ടെന്നും ഈ ഒരു തിരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും ഗുജറാത്തിൽ BJP കർഷക പാനലിന് 14 സീറ്റുകളും സ്വന്തമാക്കിയിരിക്കുന്നു. ബർദോളിയിൽ മുഴങ്ങിയ ഈ ഒരു മാറ്റത്തിന്റെ കാഹളം ഗുജറാത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഒരു കൊടുങ്കാറ്റായി മാറുമെന്ന് പ്രതീക്ഷിക്കാം. Super hit. Come on to G-Mart, shop, smile, celebrate. Lucky draws,